കാലവർഷം അടുക്കാറായതോടെ പൊന്നാനിയിലെ തീരദേശവാസികളുടെ നെഞ്ചിടിപ്പേറുന്നു. കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിലായതോടെ മൺസൂണിലെ കടലാക്രമണം കനത്ത നാശം വിതയ്ക്കും. ഓരോ കടലാക്രമണ സമയത്തും കടൽഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ പാഴ്വാക്ക് വിശ്വസിച്ച കടലോരവാസികൾക്ക് ഈ കടലാക്രമണത്തിലും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാകില്ല. പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരദേശ മേഖലയിൽ അനുവദിച്ച 10 കോടി രൂപയുടെ പ്രവൃത്തിയിൽ 1.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത് 40% മാത്രം പ്രവൃത്തികളാണ്. 1054 മീറ്റർ കടൽഭിത്തി നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ 60% പ്രവൃത്തികളും ഇനിയും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യമുയർന്നപ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന തെറ്റായ മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. എന്നാൽ ഇത് തെറ്റാണെന്ന് ബോധ്യമായതോടെ സബ് കളക്ടർ കരാറുകാർക്ക് അന്ത്യശാസനം നൽകി. ജൂണിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. പൊന്നാനിയിലെ രൂക്ഷമായ കടൽക്ഷോഭത്തിന്റെ ഘട്ടത്തിൽ വലിയ തോതിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് ഇവിടെ 11 കോടി രൂപയുടെ ഒരു വർക്ക് നമുക്ക് കിട്ടിയത്. അതിൽ കോൺട്രാക്ട് വർക്കെല്ലാം എടുത്ത് ഏകദേശം 25.6% എക്സസിന് അത് വർക്കെടുത്ത്, പക്ഷേ വർക്ക് പൂർത്തീകരിച്ച് നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ അസംബ്ലിക്കകത്തും പുറത്തും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ യോഗം ചേർന്നിരുന്നു. അപ്പോൾ BDCക്കകത്ത് ഒരിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്ത് പരസ്യമായി പറഞ്ഞാൽ പ്രവൃത്തി ആരംഭിച്ചു എന്ന് അവിടെ രേഖയുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടക്കുന്നില്ല എന്നതുകൊണ്ട് DDCയിൽ എൻ്റെ തലവൻ കലക്ടറും നിരക്കി, ഇറിഗേഷൻ കലക്ടറും നിരക്കി കലക്ടറോട് അടിയന്തരമായി യോഗം വിളിച്ച് ഇത് പറഞ്ഞ് വസ്തുതയല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കലക്ടർ ജില്ലയിൽ ഉയർന്ന ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ യോഗം വിളിച്ച് വളരെ ഗൗരവപൂർവ്വം ആ വിഷയം ചർച്ച കലക്ടർ ഇപ്പോൾ അവർക്ക് മാൻഡേറ്റ് പോലെ അവർക്കൊരു ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ജൂൺ മാസം 19 ഈ വർക്ക് പൂർത്തീകരിക്കുന്ന. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം. പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ 11 കിലോമീറ്ററിലധികം പരിധിയിൽ വെറും 1054 മീറ്റർ ഭാഗമാണ് 10 കോടി രൂപ ചിലവഴിച്ച് കടൽഭിത്തി നിർമ്മിച്ചത്. ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ അലിയാർപള്ളി വരെയുള്ള 600 മീറ്റർ ഭാഗം, വെളിയങ്കോട് തണ്ണീർത്തുറയിൽ 235 മീറ്റർ, പാലപ്പെട്ടിയിൽ 250 മീറ്റർ എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച ഇടങ്ങളിൽ തന്നെ ചെറിയ കല്ലുകളിട്ടതിനാൽ ഇത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന MS കോളേജിന് പിൻവശം, ഹിളർപ്പള്ളി പരിസരം, മുറിഞ്ഞഴി, മൈലാഞ്ചിക്കാട് ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. നേരത്തെയുണ്ടായ കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലുകളെല്ലാം മണ്ണിനടിയിലാണ്. ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണമുണ്ടായാൽ വലിയ നാശനഷ്ടമാകും സംഭവിക്കുക. അതേസമയം താലൂക്കിൽ പൂർണ്ണമായും ടെട്രാപോഡ് സംവിധാനത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിലെ തീരമേഖലകളിൽ പഠനം നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമുള്ള കടൽഭിത്തി നിർമ്മാണം കടലാക്രമണ സമയത്ത് കൂടുതൽ ദുരിതം വിതയ്ക്കും. PGT ന്യൂസ് പൊന്നാനി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.